മുഖ്യമന്ത്രിക്കെതിരെയുള്ള അപ്പലേറ്റ് അതോറിറ്റി നിയമസഭയുമായി മാറുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ്. സംഭവമൂർത്തി കേസ് മുതൽ മദ്രാസ് ബാർ അസോസിയേഷൻ കേസ് വരെയുള്ള 5 കേസുകളിൽ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുണ്ട്. 5 കേസുകളിലെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി കോടതിയുടെ ഓർഡറുകളെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ടീവിന് അധികാരം നൽകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഇതിന് അംഗീകാരം കൊടുത്തത് നിലനിൽക്കില്ല. കോടതിയിൽ പോയാൽ, കോടതിയുടെ മുൻപാകെ വന്നു കഴിഞ്ഞാൽ ഇത് 5 ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി കൊടുത്ത ഈ അനുവാദം നിലനിൽക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധികൾ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. കോടതിയുടെ തീരുമാനം അങ്ങനെയാണ്. കോടതി വേണ്ടല്ലോ. കോടതി എടുക്കുന്ന ഉത്തരവുകളും തീരുമാനങ്ങളും ജഡ്ജ്മെന്റുകളും എക്സിക്യൂട്ടീവിന് ചോദ്യം ചെയ്യാൻ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് രാജ്യത്തെ ജുഡീഷ്യറി തന്നെ ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഈ ലോകായുക്ത ഭേദഗതി ബില്ലിന് അനുവാദം കൊടുക്കുക നിയമവിരുദ്ധമാണ്. അതിന് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കോടതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ഭേദഗതി നിയമം നിലനിൽക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ നിയമം കൊണ്ടുവന്നത് മുഖ്യമന്ത്രിയെയും കോവിഡ് കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറെയും ഒക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പങ്കപ്പാടിലാണ് ഈ നിയമം കൊണ്ടുവന്നത്. അപ്പോൾ ഈ നിയമം അതുകൊണ്ട് തന്നെ പൊതുജന താൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഈ നിയമം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള നിയമമാണിത്. അതുകൊണ്ട് ഇതിനെ പല്ലും നഖവും ഉപയോഗിച്ച് ഞങ്ങൾ എതിർക്കും. നിയമപരമായ മാർഗങ്ങൾ തേടും. ഇത് ഒരു കാരണവശാലും അഴിമതി നിരോധനം ലാക്കാക്കിക്കൊണ്ടുള്ള ഭേദഗതിയല്ല. അഴിമതി യഥേഷ്ടം നടത്താനുള്ള ലൈസൻസാണ് ഈ ലോകായുക്ത നിയമ ഭേദഗതിയിലൂടെ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്നത്. അതാണ് ഗവർണർ ഒപ്പിടരുതെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഗവർണർ അത് രാഷ്ട്രപതിക്ക് അയക്കുന്നത്. രാഷ്ട്രപതി ഇതിന് അനുവാദം നൽകിയതിനെ കോടതിയുടെ മുന്നിൽ വന്നാൽ ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന ഗുരുതരമായ അഴിമതികൾ തടയാനുള്ള അവസാനത്തെ മാർഗമാണ് ഇതോടുകൂടി അടഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 14 അനുസരിച്ച് ഒരു മന്ത്രി കുറ്റക്കാരനാണെന്ന് വിധിച്ചാൽ രാജിവെക്കണമെന്നുള്ള പ്രൊവിഷൻ ഇല്ലാതാക്കുക വഴി സംസ്ഥാനത്ത് ഏത് കൊള്ളയും ഏത് അഴിമതിയും ആർക്കും നടത്താനുള്ള പരസ്യമായ ലൈസൻസ് ലഭിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തേണ്ടതായിട്ടുണ്ട്. ഭാവി നടപടികൾ ആലോചിച്ച് തീരുമാനിക്കും. അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് ഈ കാര്യം തീരുമാനിക്കും. കാരണം ഇത് സമാനമായ നിയമം ലോക്പാൽ നിലവിലുള്ളപ്പോൾ തന്നെ ഇതിനേക്കാൾ റിഗറസായ ശക്തമായ നിയമമാണ് കർണാടകത്തിലെ ലോകായുക്തയിലുള്ളത്. അവരത് മാറ്റിയില്ലല്ലോ. തന്നെയുമല്ല, ഈ ബില്ല് വന്ന സന്ദർഭത്തിൽ നിയമസഭയിൽ ചർച്ച ചെയ്തപ്പോൾ സെക്ഷൻ 14 വേണമെന്ന് ഏകകണ്ഠമായി തീരുമാനിച്ചതാണ്. അഴിമതി കേസിൽപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുറ്റക്കാരാണെന്ന് വിധിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഇതിന് മാറ്റമുണ്ടാക്കിയത്. കെട്ടി ജലീൽ മന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോഴാണ് ഇത് തങ്ങൾക്കും ബാധകമാകുമല്ലോ എന്നുള്ള വീണ്ടും വിചാരമുണ്ടായത്. അങ്ങനെ ഈ നിയമത്തെ പരിപൂർണമായും മരവിപ്പിക്കാനും അഴിമതി യഥേഷ്ടം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാർഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, PC ആക്ട്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അതിന്റെ സെക്ഷൻസ് മുഴുവൻ നിർവീര്യമാക്കി. ലോകായുക്തയായിരുന്നു ഏക പരിഹാരം, അതില്ലാതാവുന്നു. നാട്ടിൽ ഭരണകൂടം നടത്തുന്ന അഴിമതികൾക്കെതിരെ എങ്ങനെ പൊതുപ്രവർത്തകരും മറ്റുള്ളവരും സംസാരിക്കും, പ്രതികരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.
അതാണ് ഞാൻ പറഞ്ഞത്. ലോക്പാൽ നിയമത്തിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്, ഈ നിയമം ലോക്പാൽ നിയമം നിലവിൽ വരുമ്പോൾ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻകൺസിസ്റ്റൻസി ഇല്ല എന്ന് ലോക്പാൽ നിയമത്തിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട്. കർണാടക നിയമം ഞാൻ അതാണ് ഉദ്ധരിക്കുന്നത്. ലോക്പാൽ നിലവിൽ വന്നിട്ടും കേരളത്തിലെ ലോകായുക്ത ആക്ടിനേക്കാൾ കൂടുതൽ കർശനമായ വ്യവസ്ഥകളോടുകൂടി ലോകായുക്ത നിയമം കർണാടകത്തിൽ നിലവിലുണ്ട്. ഇവിടെ ഗവൺമെന്റിന്റെ ഇന്റൻഷനാണ് പ്രധാനം. ഗവൺമെന്റ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്നു. മുഖ്യമന്ത്രിയും ശൈലജ ടീച്ചറും അടക്കമുള്ളവരുടെ കേസുകൾ ലോകായുക്തയിലും ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നത്. ഇത് എത്രയും പെട്ടെന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത്. പൊതുജനങ്ങളുടെ പണം അനാവശ്യമായി ചെലവഴിച്ച് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തുന്നതിന് പകരം ലോകായുക്ത ഇത് നിലവിൽ വന്നതോടുകൂടി പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒരു സംവിധാനത്തിന്റെ ആവശ്യമില്ല. അഴിമതി വില്ലേജ് ഓഫീസറുടെ അഴിമതി കണ്ടുപിടിക്കാനല്ലല്ലോ, അതിന് വിജിലൻസ് ഉണ്ടല്ലോ. ഇവിടെ ഇത് ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയും ഉന്നത ആളുകളുടെയും അഴിമതികൾ കണ്ടെത്താനാണ് ലോകായുക്ത നിയമം നിലവിൽ വന്നത്. അത് മാറ്റുക വഴി കേരളത്തിലെ അഴിമതി നിരോധനം പരിപൂർണമായി കാറ്റിൽ പറത്തുകയാണ് ഈ ഗവൺമെന്റ് ചെയ്തത്. ഇനി ഏത് തരത്തിലുള്ള അഴിമതി വന്നാലും ആരും ചോദിക്കാൻ PC ആക്ടിലെ ഭേദഗതി ഞാൻ പറഞ്ഞു, അത് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. അതോടുകൂടി മന്ത്രിയുടെ അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ തീരുമാനമില്ലാതെ ഒരു മന്ത്രിയുടെ പേരിലോ ഉദ്യോഗസ്ഥന്റെ പേരിലോ കേസെടുക്കാൻ പറ്റില്ല, FIR ഇടാൻ പറ്റില്ല. ആ PC ആക്ടിലെ ഭേദഗതിയോടുകൂടി ഇന്ത്യയിലെ അഴിമതി നിരോധനം ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതായി. ആകെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നത് ലോകായുക്തയാണ്. ഇപ്പൊ ലോകായുക്തയും പരിപൂർണമായി നിർജീവമാക്കി. ഇനി ലോകായുക്ത പിരിച്ചുവിട്ട് ജനങ്ങളുടെ പണം അനാവശ്യമായി ചെലവഴിക്കുന്നതിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറുകയാണ് വേണ്ടത്. സർക്കാരിന് എവിടുത്തെ വിജയം? സർക്കാർ ഇത് അഴിമതിക്കെതിരെ പോരാടുന്ന ആളുകളുടെ വാമൂടിക്കെട്ടാനുള്ള ശ്രമമാണ്. അത് സർക്കാരിന്റെ വിജയമായിട്ട് എങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? ഭരണകൂടത്തിന്റെ അഴിമതികളെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുടെ വാമുടി കെട്ടാനുള്ള ഭരണകൂടത്തിന്റെ ഒരു വലിയ നീക്കമാണിത്. ഇതിനെ വിജയമായി കൊണ്ടാടുന്നവർ പൊതുജന താൽപര്യമല്ല ഉയർത്തിപ്പിടിക്കുന്നത്, അവർ അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. രാജീവിന്റെ വാദങ്ങൾ മുഴുവൻ അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ്. മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും താൽപര്യങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ വ്യക്തിയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ രാജീവിന്റെ രാവിലത്തെ വാക്കുകൾ കേട്ടാൽ അദ്ദേഹം മുഴുവൻ അഴിമതിക്കാരുടെയും സംരക്ഷകനായി മാറി. പ്രൊട്ടക്ടിംഗ് ദ കറപ്റ്റ് പീപ്പിൾ എന്നുള്ളത് ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വമാണോ? അദ്ദേഹം പരിശോധിക്കേണ്ട കാര്യമാണ്. അതെനിക്കറിയില്ല, അത് നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമാണ്. വാസ്തവത്തിൽ ഇങ്ങനൊരു നിയമം വന്നതോടുകൂടി ഇനി ആരാണ്, എവിടെയാണ് നിയമം നമ്മൾ പോകേണ്ടത്? ഞാൻ കൊടുത്ത ലോകായുക്തയിലെ മുഴുവൻ കേസുകൾ അടയിരിക്കുകയായിരുന്നു. ഹൈക്കോടതി ഞാൻ കൊടുത്ത കേസുകൾ ഹൈക്കോടതിയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് അടയിരിക്കുകയായിരുന്നു. എവിടെ പോകണം? അഴിമതിക്കെതിരെ ജനങ്ങളുടെ പരാതികൾ ഉയരുമ്പോൾ ആ അഴിമതി കേസുകളിൽ നമ്മൾ എവിടെ പോയാണ് പരാതി പറയേണ്ടത്? ഈ നില തുടരുന്നത് ജനാധിപത്യത്തിനെ ദുർബലമാക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇന്നിപ്പോ സ്ക്രീനിംഗ് കമ്മിറ്റി കൂടുമ്പോൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമാകും. APCC പ്രസിഡന്റ് ഞങ്ങളോട് നേരത്തെ പറഞ്ഞ ഞാൻ മത്സരിക്കാനില്ല എന്നുള്ളതാണ്. മത്സരിക്കാൻ താല്പര്യമില്ല, 2 പദവികൾ കൂടി ഒരുമിച്ച് വഹിക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല, സമയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. സ്ക്രീനിംഗ് കമ്മിറ്റി കൂടി കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അല്ല, അതെല്ലാം സ്ക്രീനിംഗ് കമ്മിറ്റിയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും പരിശോധിച്ച ശേഷം ഈ ആഴ്ചയിൽ തന്നെ നമ്മളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്നാണ് എൻ്റെ വിശ്വാസം.
അല്ല, അതെല്ലാം കാര്യങ്ങൾ പോലീസ്, നമ്മുടെ പാർട്ടിയുടെ ഇലക്ഷൻ കമ്മിറ്റിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും ശരി, കേരളത്തിൽ UDF-ന് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ അഴിമതി ഗവൺമെന്റിനെതിരായി ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കും. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യും. വളരെ നല്ല അന്തരീക്ഷം, കഴിഞ്ഞ തവണത്തേക്കാൾ നല്ല അന്തരീക്ഷമാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിലുള്ളത്. അതുകൊണ്ട് 20-ൽ 20 സീറ്റും ജയിക്കുന്ന അന്തരീക്ഷമാണ് നിലവിലുള്ളത്. UDF-ൽ കലാപമുണ്ടാക്കി കളയാമെന്നുള്ള CPM-ന്റെ ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചല്ലോ. എന്തോ ഒരു സ്നേഹമായിരുന്നു EP ജയരാജനും MV ഗോവിന്ദനും ഒക്കെ ലീഗിനോട്. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ എന്തെല്ലാം ശ്രമിച്ചു. ഞങ്ങളുടെ മുന്നണിക്കകത്ത് ഒരു പ്രശ്നവുമില്ലാതെ സീറ്റുകൾ തീരുമാനിക്കാൻ UDF നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതെല്ലാം കേരളം കണ്ടതല്ലേ. അപ്പോൾ CPM-നാണ് അങ്കലാപ്പ്, LDF-നാണ് അങ്കലാപ്പ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായ നിലയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണയും LDF വളരെ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ സിറ്റിംഗ് MP-മാർ 16 പേരും പ്രചരണ രംഗത്ത് തന്നെയാണ് ഉള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. ഏറ്റവും മിടുമിടുക്കന്മാരായ MP-മാരാണ് കോൺഗ്രസിനും UDF-നും കഴിഞ്ഞ 5 വർഷക്കാലം ലോക്സഭയിൽ പ്രതിനിധീകരിച്ചത്. അതുകൊണ്ട് അവരുടെ വിജയസാധ്യതയെപ്പറ്റി ഞങ്ങൾക്കൊരു സംശയവുമില്ല. അപ്പം പിന്നെ ഒരു മന്ത്രിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്, 2-3 MLA-മാരെ തോൽപ്പിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതിനപ്പുറം LDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചൊരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം.